നമസ്തേ. വാസ്തു എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ വാസ്തു അനവധി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മയമത യുഗളം പ്രയോഗമഞ്ജരി ഭാസ്കരീയ യുഗ്മം, അങ്ങനെ മയമതം, പ്രയോഗമഞ്ജരി, ഭാസ്കരീയം, രണ്ട് ഭാസ്കരീയങ്ങൾ, ആഗമങ്ങൾ, പുരാണങ്ങൾ, സംഹിതകൾ, വേദങ്ങൾ എന്നുവേണ്ട അന്യത്ര നിരവധി ഗ്രന്ഥങ്ങളിലൂടെ പ്രതിപാദിക്കുന്ന ഈ ശാസ്ത്രം 10,000-കണക്കിന് വർഷങ്ങൾ പാരമ്പര്യമുള്ള ശാസ്ത്രം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. നേരത്തെ നമ്മുടെ വാസ്തു എന്താണെന്ന് പറഞ്ഞു. വാസ്തുവിൽ പഞ്ചഭൂതാത്മകമാണ് വാസ്തു. പഞ്ചഭൂതങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു വാസ്തുവിൽ എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തു എന്തായാലും ഭൂമി തന്നെയാണ്. അല്ല, ഭൂമിയാണല്ലോ, ഭൂമിയിലാണ് നമ്മളെല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ ഭൂമി വാസ്തു. അപ്പോൾ അതിന് വസുധാലക്ഷണം എന്ന് പറയും. വസുധ ഭൂമി. അതിന് പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ആദ്യം ചെല്ലാം. ഞാൻ മുഷിപ്പിക്കാനല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ, അതിനു വേണ്ടിയിട്ട്. ഗോമർത്തി ഫലപുഷ്പദുഗ്ധരുവി അധ്യാ സമാപ്രാഗ്ഭവ തിക്നാധീരരവ പ്രതിഷ്ഠചലോപേത ആശുബീജോദ്ഗമ സംപ്രോക്ത ബഹുപാംസു അക്ഷയജല തുല്യാര ശീതോഷ്ണയോ ശ്രേഷ്ഠ ഭൂ അതമാ സമുക്ത വിപരീത മിശ്രിത മധ്യമ. ഞാൻ മുറിച്ച് ചൊല്ലി നിങ്ങൾ മനസ്സിലാകാനായിട്ട്. ഗോമർത്യൈ എന്ന് പറഞ്ഞാൽ പശുക്കളും മർത്യരും ഇഷ്ടപ്പെടുന്ന സ്ഥലം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, പശുക്കൾക്ക് ഭൂമിയുടെ നേർത്ത ചലനങ്ങൾ കൂടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഭൂകമ്പം, വെള്ളപ്പൊക്കം മുതലായവ വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. കഴിയുന്നത് അവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആഹാരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അയവിറക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കും. അപ്പോൾ പശുക്കൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, അതുപോലെ തന്നെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള സ്ഥലം. എത്ര സന്തോഷമോ ചായതേ ഭൂമി, സന്തോഷം ജനിക്കണം. ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി നല്ല സുഖമുണ്ടല്ലോ ഇവിടെ നിൽക്കാൻ എന്ന് നമുക്ക് തോന്നണം. അങ്ങനെയുള്ള ഭൂമി ഗൃഹം പണിയാൻ നല്ലതാണെന്ന് അർത്ഥം. ഗോമർത്തി ഫല പുഷ്പ ദുഗ്ധരുവി, ഫലിക്കുന്നതും പുഷ്പിക്കുന്നതും. നമുക്ക് താമസിക്കുമ്പോൾ നമുക്ക് പ്ലാവിൽ നിന്ന് അല്ലെങ്കിൽ മാവിൽ നിന്ന് ഒക്കെ നമുക്ക് ഫലങ്ങളൊക്കെ കിട്ടണം. നമ്മൾ കർഷകരാണ്. ഫലപുഷ്പ ദുഗ്ധരുവി, പാൽ വൃക്ഷങ്ങൾ ഒക്കെ നന്നായിട്ട് സമൃദ്ധിയായിട്ട് വളരാനുള്ള വളക്കൂറുള്ള ഭൂമിയായിരിക്കണം. ഗോമർത്തി ഫലപുഷ്പ ദുഗ്ധരുവി ആഢ്യ സമാപ്രാപ്തവ, ആഢ്യ നല്ല ഉറച്ച ഭൂമി, സമാപ്രാപ്തവ സമമായിരിക്കണം, സമനിരപ്പായിരിക്കണം. കുറച്ച് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ വടക്ക് കിഴക്കോട്ടോ ചെരിവുള്ള ഭൂമിയായിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ കിഴക്ക് സൂര്യനും വടക്ക് ധ്രുവനക്ഷത്രങ്ങൾ, ധനാധിപനായിട്ട് കുബേരൻ്റെ ദിക്ക്, വൈശ്രവണൻ്റെ ദിക്ക് ഒക്കെ വടക്കാണ്. എനർജിയുടെ ഉറവിടമായിട്ടുള്ള സൂര്യൻ്റെ ദിക്ക് കിഴക്ക് എന്നർത്ഥത്തിൽ. അപ്പോൾ അഡ്യ സമാപ്രാപ്ത സ്തിഗ്ധാധീരരവ, സ്തിഗ്ധ എന്ന് പറഞ്ഞാൽ പശുവെള്ളമുണ്ട്. പണ്ട് കാലത്ത് ഇഷ്ടിക കൊണ്ടാണ് കെട്ടുക, അല്ലെങ്കിൽ ചെങ്കല്ല്. ഇഷ്ടിക കൊണ്ട് കെട്ടുമ്പോൾ ഇഷ്ടിക പിടിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മൺഭിത്തികളൊക്കെ പണിയും. അപ്പോൾ തേക്കാനൊക്കെ പറ്റണം. അതുപോലെ ഫ്ലോറുകളായിരിക്കും അടിച്ചൊതുക്കാനായിട്ട്. ഒതുക്കുമ്പോൾ നല്ല പശുവെള്ള മണ്ണാണെങ്കിൽ ഉറച്ചിരിക്കും. തിക്ന ധീരരവ പ്രതിഷ്ണജലോപേത ആശുബീജോദ്ഗമ, പ്രതിഷ്ണമായിട്ട് ജലം ഒഴുകുന്ന സ്ഥലം. ആശുബീജോദ്ഗമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വിത്തിട്ടാൽ മിനിമം 3 ദിവസം കൊണ്ടെങ്കിലും മുളച്ച് പോകണം. നമ്മൾ പച്ചക്കറികൾക്ക് നട്ട് കഴിഞ്ഞാൽ ആശുബീജോദ്ഗമ സംപ്രോക്ത പറയപ്പെടുന്നു. ഗോമർത്തി ഫലപുഷ്പദുഗ്ധരുവി അഡ്യ സമാപ്രാപ്തവാസിഗ്നാതിരവ പ്രതിഷ്ഠലോപേത ആശുബീജോദ്ഗമ സംപ്രോക്ത ബഹുപാംസു അക്ഷയജല തുല്യാല ശീതോഷ്ണയോ ശ്രേഷ്ഠ. ബഹുപാംസു അത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഒരു കുഴി ഒരടി നീളത്തിൽ അല്ലെങ്കിൽ ഒരു കോൽ നീളത്തിലോ അങ്ങനെയാവാം, നീളത്തിലോ അത്രയും വീതിയിലും അത്രയും താഴ്ചയിലും മണ്ണെടുത്ത് ആ മണ്ണ് പുറത്തേക്ക് ഇട്ട് തിരിച്ച് ആ മണ്ണ് വീണ്ടും ആ കുഴിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അധികം ഉണ്ടാവണം. എന്താ അതിനർത്ഥം? അതിൻ്റെ കോമ്പാക്ഷൻ, കൂടുതൽ മണ്ണിനെ ഇടിച്ചൊതുക്കി ഏറ്റവും കുറഞ്ഞ വോളിയമാക്കി മാറ്റുക, കോമ്പാക്ഷൻ. അക്ഷയജല എന്താണ്? വെള്ളം, നല്ല ശുദ്ധമായ ജലം ഏത്
കാലാവസ്ഥയിൽ നമുക്ക് കിട്ടണം. തുല്യാല ശീതോഷ്ണയോ, വളരെയധികം ചൂട് വളരെയധികം തണുപ്പില്ലാതെ സമശീതോഷ്ണാവസ്ഥ, അങ്ങനെയുള്ള ഭൂമി ഉത്തമം. ഇത് രണ്ടും 50-50 ആണെങ്കിലോ മോഡറേറ്റ് ആണെങ്കിലോ മധ്യമം, നേരെ എതിരാണെങ്കിൽ അധമം എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലായില്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് അധമ ഭൂമിയെക്കുറിച്ച് കൂടെ പറയാം. ഭൂമിയെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കാനുണ്ട്. എല്ലാവർക്കും സന്തോഷം. നമസ്തേ.